മെഗാസ്റ്റാർ മമ്മൂക്കയെ നായകനാക്കിയിട്ട് രാഹുൽ സദാശിവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് ബ്രഹ്മയുഗം എന്ന സിനിമ. ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. സിനിമ കണ്ടതിന്റെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. ഈ സിനിമക്ക് പോണോ വേണ്ടയോ എന്നുള്ളത് ഈ റിവ്യൂ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഈ ഒരു സിനിമ ഒരു പരീക്ഷണ ചിത്രമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് കളർഫുൾ ആയിട്ട് ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലേക്ക് സിനിമ തിയേറ്ററിലേക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ, ഒരു എക്സ്പെരിമെന്റൽ സിനിമയായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഒരു മമ്മൂക്ക ചിത്രം എത്തുകയാണ്. ആ സിനിമ എത്രത്തോളം വിജയിക്കും എന്നുള്ള കാര്യം ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ആ സംശയത്തിനൊക്കെ ഒരു ഉത്തരം വന്നിട്ടുണ്ട്. ഈ ഒരു സിനിമ അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ്. മലയാള സിനിമ ഇന്ത്യൻ സിനിമയെ ഭ്രമിപ്പിക്കാൻ പോകുന്ന ഒരു സിനിമയായിട്ട് ബ്രഹ്മയുഗം എന്ന സിനിമയെ നമുക്ക് കണക്കാക്കാം. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഇതുവരെ കാണാത്ത ഒരു മുഖവും ഒരു അഭിനയവും നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ ഏറ്റവും വലിയൊരു കയ്യടി അറിയിക്കുന്നത് ഇതിന്റെ സംവിധായകനായിട്ടുള്ള രാഹുൽ സദാശിവൻ തന്നെയാണ്. കാരണം 400-ലധികം സിനിമകളിൽ അഭിനയിച്ച നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷം കൊടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു സിനിമയുടെ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ആ ബുദ്ധിമുട്ട് ഇവിടെ വളരെ ഗംഭീരമായിട്ട് തന്നെ രാഹുൽ സദാശിവൻ അവതരിപ്പിച്ചിട്ടുണ്ട്. മലയാള സിനിമാ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അജാതി അഭിനയമാണ് തിയേറ്ററിൽ മമ്മൂക്ക കാഴ്ചവെച്ചിട്ടുള്ളത്. മിന്നുന്ന പ്രകടനമാണ്. ഇതുവരെ കാണാത്ത മമ്മൂക്കയെ സ്ക്രീനിൽ അഴിഞ്ഞാടുന്ന ഒരു കാഴ്ച നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. മമ്മൂക്കയുടെ അഭിനയം എന്നുള്ളത് ഇന്ന് വാനോളം പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു സിനിമയുടെ പോസിറ്റീവ് വശങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ പറയാനുള്ളത് ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള രാഹുൽ സദാശിവൻ തന്നെയാണ്. വളരെയധികം ഗംഭീര മേക്കിംഗ് തന്നെയാണ് ഈ ഒരു സിനിമ എന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിനൊത്ത ഛായാഗ്രഹണം, ഷഹനാദ് ജലാൽ ഈ ഒരു സിനിമയുടെ ഛായാഗ്രഹണം മലയാള സിനിമ പ്രേക്ഷകര് പ്രത്യേകിച്ചിട്ട് ഈ ഒരു ജനറേഷൻ ഇതുവരെ കാണാത്ത തരത്തില് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പരീക്ഷണമായിട്ടുള്ള ഒരു ഛായാഗ്രഹണ മികവ് തന്നെ നമുക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് സിനിമയുടെ മ്യൂസിക് ആണ്. ക്രിസ്റ്റോഫർ സേവിയർ ആണ് ഈ ഒരു സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ട് ഒരു സിനിമയുടെ താളത്തിനൊത്തിട്ടുള്ള മ്യൂസിക് ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും വലിയ ഒരു ഘടകമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 കാര്യങ്ങൾ, അതായത് സംവിധാനവും അതുപോലെ തന്നെ ഛായാഗ്രഹണവും മ്യൂസിക്കും കൂടി ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതായത് ഇതുവരെ നമ്മൾക്ക് പരിചയമില്ലാത്ത ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി എന്ന് വേണം പറയാൻ. സിനിമയുടെ അഭിനേതാക്കളെ നോക്കുകയാണെങ്കിൽ അർജുൻ അശോകനൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആസിഫ് അലിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വേഷം ചെയ്യാൻ ആദ്യം ആസിഫ് അലിയാണ് ഇവര് പോയിട്ട് കണ്ടത്. പക്ഷെ ആസിഫ് അലിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു സിനിമയിൽ അർജുൻ അശോകൻ അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അർജുൻ അശോകന് ലക്ക് എന്ന് വേണം പറയാൻ. കാരണം അർജുൻ അശോകന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അർജുൻ അശോകൻ ഒരു വലിയ നടനാണ്. ഒരു മികച്ച നടനാവാനുള്ള എല്ലാ സാധ്യതയും അദ്ദേഹത്തിന്റെ ഈ ഒരു കഥാപാത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കഥാപാത്രങ്ങളൊന്നും ഈ ഒരു സിനിമയിലില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള കഥാപാത്രങ്ങളൊന്നും എടുത്തു പറയേണ്ടതായിട്ട് നമുക്ക് ഇതിൽ കാണുന്നില്ല. എങ്കിൽ കൂടി അഭിനയിച്ച ആളുകൾ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട ഒരു പരീക്ഷണ ചിത്രമാണ്. പിന്നെ എടുത്തു പറയേണ്ടതും പ്രശംസിക്കേണ്ടതും ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർമാരെയാണ്. അവർ കാണിച്ച ചങ്കൂറ്റം തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയാം. കാരണം കളർഫുള്ളായ ഒരു ലോകത്ത് കളർ സിനിമകൾ അരങ്ങുവാഴുന്ന ഈ ഒരു സമയത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, അതും പാൻ ഇന്ത്യ റിലീസായിട്ട് വളരെ വലിയൊരു ബഡ്ജറ്റിൽ സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കാൻ കാണിച്ച അവരുടെ മനസ്സ്. 3 പ്രൊഡ്യൂസർമാരാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചക്രവർത്തി, രാമചന്ദ്ര, എസ് ശശികാന്ത് എന്ന് പറയുന്ന 3 പ്രൊഡ്യൂസർമാരാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. അവർ കാണിച്ച ചങ്കൂറ്റം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുക. ഇതുപോലെയുള്ള സിനിമകൾ നമ്മൾ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള മമ്മൂട്ടി ചിത്രങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയാണ്. എന്തായാലും സിനിമ കണ്ടവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം. അതായിരിക്കും ബൈ ബൈ.